My dear friends, welcome back to Dhanya's classroom. It's me, Dhanya. Today we are going to explain the continuation of our 7th chapter, Economic Thought. Already we completed the topic which are the basic problems of an economy. The next topic that related with economic thinkers. You know that Adam Smith, known as the father of economics. Then what are the contribution of Adam Smith to economics? ആഡം സ്മിത്താണ് എക്കണോമിക്സിൻ്റെ പിതാവെന്നും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തെല്ലാമാണ് എന്നുമാണ് എക്കണോമിക് തിങ്കിങ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആഡം സ്മിത്ത് ഇൻ ഹിസ് എൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് ഹാസ് ലെയ്ഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ എക്കണോമിക്സ്. ദെൻ അവിടെ നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. വിച്ച് വാസ് ദ മേജർ വർക്ക് ഓഫ് ആഡം സ്മിത്ത്? ആഡം സ്മിത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഏതാണ്? Then the book named An Enquiry into the Nature and the Causes of the Wealth of Nation. ഈ ബുക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് അതിൻ്റേതായ ഒരു അടിത്തറ നൽകുന്നത്. ആഡം സ്മിത്തിൻ്റെ ഈ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥമാണ്. ഹി ഡിസ്ക്രൈബ്ഡ് എക്കണോമിക്സ് ആസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത്. ആഡം സ്മിത്ത് എക്കണോമിക്സിനെ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റഡി ഓഫ് വെൽത്ത്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമായാണ് അദ്ദേഹം എക്കണോമിക്സിനെ കണ്ടത്. ആഡം സ്മിത്ത് പുട്ട് ഫോർവേഡ് എ ന്യൂ തിയറി നെയ്മഡ് ലെയ്സേ ഫെയർ എന്ന പേരിൽ അദ്ദേഹം ഒരു തിയറി മുന്നോട്ട് വെച്ചു. ആക്ച്വലി ദാറ്റ് ഈസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ലെയ്സേ ഫെയർ തിയറി. എന്താണ് ലെയ്സേ ഫെയർ തിയറി എന്ന് നമുക്ക് നോക്കാം. ഹി വോണ്ടഡ് ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക്സ് ആക്ടിവിറ്റീസ് ആൻഡ് ആർഗ്യൂഡ് ഫോർ മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽ. This is known as theory of laissez-faire. Actually, Adam Smith put forward this theory. He told that limited government intervention in the economic activity and argued for more freedom to individual. സാമ്പത്തിക പ്രവർത്തനത്തിൽ ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റം കുറയ്ക്കണം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. എന്നിട്ട് എന്ത് വേണം? മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽ, വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം വേണമെന്നാണ് ആഡം സ്മിത്ത് ആവശ്യപ്പെട്ടത്. ദിസ് തിയറി നോൺ ആസ് ലെയ്സേ-ഫെയർ തിയറി. നെക്സ്റ്റ് പേഴ്സണാലിറ്റി, കാൾ മാർക്സ്. ലിസൺ. The Industrial Revolution led to the establishment of new industries and labor union. There occurred marked changes in technology and production process. The idea put forward by Karl Marx are rooted in these changes. എങ്ങനെയാണ് കാൾ മാർക്സിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രാധാന്യം ലഭിച്ചത്? അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വാട്ട് വാസ് ദ സർക്കംസ്റ്റാൻസസ് ദറ്റ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ദി ഐഡിയാസ് ഓഫ് കാൾ മാർക്സ്? ആൻസർ വരുന്നത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ യൂണിയൻ. നിങ്ങൾക്കറിയാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ ഒരുപാട് വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടാവുകയാണ്. ദർ ഒക്കേർഡ് മാർക്ക്ഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജി ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്. സാങ്കേതിക വിദ്യയിലും ഉൽപ്പാദന പ്രക്രിയയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്കറിയാലോ, ഈ ഒരു സിറ്റുവേഷനിൽ തൊഴിലാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കും. ഇൻ ദറ്റ് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ദി അറൈവൽ ഓഫ് കാൾ മാർക്സ്. ഈ ഒരു സാഹചര്യത്തിലാണ് കാൾ മാർക്സിൻ്റെ വരവ് നമ്മൾ കാണുന്നത്. നോക്കാം എന്തെല്ലാമാണ് കാൾ മാർക്സിൻ്റെ ഐഡിയാസ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. വാട്ട് വേർ ദി ഐഡിയാസ് ഓഫ് കാൾ മാർക്സ്? നെക്സ്റ്റ് പാരഗ്രാഫ്, ദാറ്റ് ഈസ് ദി ആൻസർ.
The ideas of Marx are contained in his magnum opus Das Kapital. Then Das Kapital was the major work of Karl Marx. കാൾ മാർക്സിൻ്റെ ആശയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ള എന്തിലുണ്ടായിരുന്നു? ദാസ് ക്യാപിറ്റലിൽ ഉണ്ടായിരുന്നു. മലയാളം മൂലധനം. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ആൽഫ്രഡ് മാർഷൽ. Alfred Marshall presented several new principles in the field of economics. In that region also you can expect a question. What were the ideas of Alfred Marshall? ആൽഫ്രഡ് മാർഷലിൻ്റെ ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? He believed that wealth should ultimately result in the welfare of society. എന്താണ് ആൽഫ്രഡ് മാർഷൽ വിശ്വസിച്ചത്? വെൽത്ത് ഷുഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. സമ്പത്ത് സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എക്കണോമിക് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി വെൽഫെയർ ഓറിയൻറ്റഡ്. ദീസ് പ്രിൻസിപ്പിൾ ആർ കണ്ടെയ്ൻഡ് ഇൻ ഹിസ് വർക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ദെൻ ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് വെൽഫെയർ എക്കണോമിക്സ്, വെൽഫെയർ ഓറിയൻറ്റഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. സാമ്പത്തിക പ്രവർത്തനം ക്ഷേമ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണമെന്നാണ് ആൽഫ്രഡ് മാർഷൽ ഡിമാൻഡ് ചെയ്തത്. വാട്ട് വേർ ദി ഐഡിയാസ് ഓഫ് ലയണൽ റോബിൻസ്? ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എക്കണോമിസ്റ്റ്, ദാറ്റ് ഈസ് ലയണൽ റോബിൻസ്. The world population reached 160 crore at the beginning of 20th century and kept increasing. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലോക ജനസംഖ്യ 160 കോടിയാണ്. അതുമാത്രമല്ല, അത് ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ലയണൽ റോബിൻസ് prompted two questions. ലയണൽ റോബിൻസ് 2 ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. Are we able to produce resources for such a multitude of population? ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? How can we judiciously utilize the limited resources? ലിമിറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? This question prompted the British economist Lionel Robbins to concentrate on the ever-increasing wants and limited resources. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ലയണൽ റോബിൻസ് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളെയും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത്. He suggested that we should prioritize our wants for the judicious utilization of limited resources. Very important statement. പരിമിതമായ വിഭവങ്ങൾ. ഹി സജസ്റ്റഡ് ദറ്റ് വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം. ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഏത് ആവശ്യമാണോ ആദ്യം ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ലയണൽ റോബിൻസ് വ്യക്തമാക്കിയത്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി അമേരിക്കൻ എക്കണോമിസ്റ്റ് പോൾ എ സാമുവൽസൺ. He presented his ideas in the beginning of 20th century. He maintained that a nation's financial stability depends on efficient economic planning and proper utilization of resources. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എ നേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ഓൺ എഫിഷ്യൻറ്റ് എക്കണോമിക് പ്ലാനിങ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്നാണ് പോൾ എ സാമുവൽസൺ പറഞ്ഞത്. ആഫ്റ്റർ ദറ്റ് യുവർ റെസ്പോൺസിബിലിറ്റി ടു കംപ്ലീറ്റ് ദിസ് ടേബിൾ തിങ്കേഴ്സ് ദെയർ ബേസിക് ഐഡിയാസ്. നമുക്ക് നോക്കാം. Adam Smith, Study of Wealth of Nation. Who gave importance of laborers? No doubt that is Karl Marx. Alfred Marshall. He always think about human welfare. Then who contributed unlimited wants and limited resources? That is Lionel Robbins. Next personality, Paul A. Samuelson. A nation's financial stability depends on efficient economic planning and proper utilization of resources. Indian thinkers have also contributed much to economics. Explain. ആരെല്ലാമാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് സംഭാവന നൽകിയത്? ഫസ്റ്റ് പേഴ്സണാലിറ്റി, ദാറ്റ് ഈസ് ചാണക്യ. നോക്കാം. ഇന്ത്യാസ് എക്കണോമിക് തോട്ട് ഡേറ്റ് ബാക്ക് ടു ദ മൗര്യ ഡൈനാസ്റ്റി. ചാണക്യ, ദ ചീഫ് അഡ്വൈസർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ, റോട്ട് ദ ഫേമസ് അർത്ഥശാസ്ത്ര. ഇറ്റ് ഈസ് എ മേജർ വർക്ക് ഓഫ് ഇന്ത്യൻ എക്കണോമിക് തോട്ട്. ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്.
ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലാക്ക് ഓഫ് ഇഫക്റ്റീവ് എക്കണോമിക് ആക്ടിവിറ്റി ക്യാൻ ബ്രിങ് എ നേഷൻ ടു റൂയിൻ. എന്തൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചാണക്യൻ പറയുന്നത്. ലാക്ക് ഓഫ് ഇഫക്റ്റീവ് എക്കണോമിക് ആക്ടിവിറ്റി, ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും. He emphasized the importance of following the right policies for a nation's progress. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ശരിയായ രീതിയിൽ നയങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ചാണക്യൻ ആവശ്യപ്പെട്ടത്. This would help the nation to prevent loss of revenue. Then Chanakya played key role in making Magadha a powerful nation. ഒരു രാജ്യത്ത് പ്രോപ്പറായിട്ടുള്ള നയങ്ങളില്ലെങ്കിൽ വരുമാന നഷ്ടമുണ്ടാവുമെന്നാണ് ചാണക്യൻ പറഞ്ഞത്. മഗധ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയായി വളരുന്നതിൽ ചാണക്യൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ദാദാഭായ് നവറോജി വാസ് എ വെൽ നോൺ എക്കണോമിസ്റ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. He pointed out that the Britishers were draining our resources and that this led to economic crisis and poverty. This is known as drain theory. എന്താണ് ഡ്രെയിൻ തിയറി? ആരാണ് ദാദാഭായ് നവറോജി? ദാദാഭായ് നവറോജി വാസ് എ വെൽ നോൺ എക്കണോമിസ്റ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം എന്താണ് ചൂണ്ടിക്കാട്ടിയത്? ദ ബ്രിട്ടീഷേഴ്സ് വെർ ഡ്രെയിനിങ് അവർ റിസോഴ്സസ് ആൻഡ് ദിസ് ലെഡ് ടു എക്കണോമിക് ക്രൈസിസ് ആൻഡ് പോവേർട്ടി. ബ്രിട്ടീഷുകാർ നമ്മളുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോവുകയാണ്. അതാണ് ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധിക്കും ദാരിദ്ര്യത്തിനും കാരണമെന്നാണ് ദാദാഭായ് നവറോജി പറഞ്ഞത്. ഈ തിയറി അറിയപ്പെടുന്ന പേര് ഡ്രെയിൻ തിയറി. അവിടെ നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ ചോദ്യം കാത്തിരിക്കുന്നു. വാട്ട് വെർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഡ്രെയിൻ ഓഫ് റിസോഴ്സസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്? ആ 4 പോയിൻ്റാണ് ആൻസർ. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വെർ പെയ്ഡ് ഹൈ സാലറി. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയിരുന്നു. Goods made from Indian raw materials and resources bought at extremely low price were sold at a high price in Indian market. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ, ഒരു എക്സാമ്പിളാണ് കോട്ടൺ. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി അവർ വാങ്ങി, ബ്രിട്ടീഷുകാർ വാങ്ങിയിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ വിറ്റഴിച്ചു. ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടൻ്റെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഇന്ത്യൻ ലേബറേഴ്സ് were treated as slaves and farm and industrial product were exported to England. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. മാത്രമല്ല, കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അവരെന്തു ചെയ്തു? ബ്രിട്ടനിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. ദി സ്റ്റഡീസ് ഓഫ് രമേശ് ചന്ദ്ര ദത്ത് ഓൺ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യ ആൾസോ സ്ട്രെങ്തൻഡ് ദ ഇന്ത്യൻസ് എക്കണോമിക് തോട്ട്. His studies revealed how the Western civilization and British exploitation ruined India. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്ര ദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ബ്രിട്ടീഷ് ചൂഷണവും വെസ്റ്റേൺ നാഗരികതയും ഇന്ത്യയെ എങ്ങനെയാണ് തകർത്തത് എന്നും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ നമ്മളുടെ രമേശ് ചന്ദ്ര ദത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഗാന്ധിയൻ എക്കണോമിക്സ്. തൊട്ടുമുകളിൽ ഒരു പിങ്ക് ബോക്സിൽ തന്നിരിക്കുന്നു. അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് ക്യാപിറ്റൽ എമംഗ് ദ 7.5 lakh വില്ലേജസ് ഇൻ അവർ കോണ്ടിനെന്റ് which is 1900 mile long and 1500 mile broad and not to concentrate it among a few individual. ഇന്ത്യക്ക് ആവശ്യം ഇന്ത്യയുടെ സമ്പത്ത് ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. എന്ന് വെച്ചാൽ റിച്ച് ആൻഡ് പുവർ ഡെസ്പാരിറ്റി ഒഴിവാക്കണമെങ്കിൽ സമ്പത്ത് എല്ലാവർക്കുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. Then it was Gandhi, the father of our nation, who contributed original ideas in economics since Dadabhai Navroji. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് സംഭാവന നൽകിയ വ്യക്തി നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. ഹിസ് ഐഡിയാസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിസ് ഫസ്റ്റ് ബുക്ക് ഹിന്ദ് സ്വരാജ്, പബ്ലിഷ്ഡ് ഇൻ 1909. അവിടെ ഒരു മാർക്കിൻ്റെ ചോദ്യം നിങ്ങളെ കാത്തിരിക്കും. വിച്ച് വാസ് ദി ഫസ്റ്റ് വർക്ക് ഓഫ് ഗാന്ധിജി? ഹിന്ദ് സ്വരാജ്.
ഗാന്ധിജീസ് ഐഡിയ ഗേവ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ എക്കോണമി. ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ തന്നെ മോറൽ വാല്യൂസിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹി പുട്ട് ഫോർവേഡ് എ ന്യൂ ഐഡിയ നെയിംഡ് ട്രസ്റ്റിഷിപ്പ് led to fresh thought in the area. Though trusteeship, Gandhiji aimed at an economy which is found on truth and non-violence. എന്തായിരുന്നു ഗാന്ധിജി ട്രസ്റ്റിഷിപ്പിലൂടെ പറഞ്ഞിരുന്ന ആശയങ്ങൾ? നമുക്ക് നോക്കാം. The main ideas of Gandhiji's trusteeship. First point, the capitalist has to denounce sole ownership and declare that he hold wealth as a trustee of the public. മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിച്ച് സമ്പത്ത് കൈവശം വെക്കുന്നത് ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലാണ് എന്ന് പ്രഖ്യാപിക്കണം. എന്നുവെച്ചാൽ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാശുള്ള ആൾ അയാളുടെ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, എ ട്രസ്റ്റി ഹാസ് നോ അതർ ഹെയർ ബട്ട് ദി പബ്ലിക്. ഒരു ട്രസ്റ്റിക്ക് അനന്തരാവകാശികളില്ല. അയാളുടെ അനന്തരാവകാശി എന്ന് വെച്ചാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് പൊതുജനങ്ങൾക്കുള്ളതാണ്. The nature of the production is decided by the society and not by the individual's choice or greed. ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ താല്പര്യമോ അത്യാഗ്രഹമോ അല്ല, സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. Just as we decide about minimum wages needed for a modest living, there must be a limit to maximum wage as well. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചുള്ളതുപോലെ തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കണം. എന്നുവെച്ചാൽ ആളുകൾക്ക് ഇത്രയേ വരുമാനം കയ്യിൽ വെക്കാവൂ എന്നുള്ള ഒരു സിസ്റ്റം വരണമെന്നാണ് ഗാന്ധി ഡിമാൻഡ് ചെയ്തത്. അങ്ങനെ ആവുകയാണെങ്കിൽ എവ്രി പേഴ്സൺ ബിക്കെയിം ഈക്വൽ. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. വി ക്യാൻ കമ്പൈൽ ഗാന്ധീസ് ഐഡിയാസ് ആസ് ഫോളോസ്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ് 4 മാർക്കിന്, വാട്ട് ആർ ദി ഐഡിയാസ് ഓഫ് ഗാന്ധിജി. അങ്ങനെയാണെങ്കിൽ ഈ 4 പോയിൻ്റാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചറൽ സിസ്റ്റം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. എംഫസിസ് ഓൺ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. കുടിൽ വ്യവസായത്തിനും ചെറുകിട വ്യവസായത്തിനും പരിഗണന നൽകി. ഫോർമേഷൻ ഓഫ് എൻ എക്കോണമി ബിൽട്ട് ഓൺ ഇക്വാളിറ്റി. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. എ സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ എക്കോണമി. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇത്രയും 4 പോയിൻറ്റ്സ് ആണ് ഗാന്ധിയുടെ ഐഡിയാസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെയിറ്റിംഗ് ഫോർ യു. ഹൂ വേർ ദ എക്കണോമിസ്റ്റ് വേർ ഇംപ്രസ്ഡ് ബൈ എക്കണോമിക് ഐഡിയാസ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരായിരുന്നു? 3 പേരാണ് പഠിക്കേണ്ടത്. JC കുമാരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. They wanted independent India's development to give priority to agriculture and small-scale industry. Amartya Sen is an Indian economist who received the Nobel Prize for Economics in 1998. His major work covered vast area like welfare economic inequality and development. 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. വെൽഫെയർ എക്കണോമിക്സ്, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. He pointed out the flaws in determining poverty line and concentrated his studies on poverty, inequality and famine. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയ്ക്കാണ് തൻ്റെ പഠനങ്ങളിലൂടെ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ചാണക്യ, പ്രിവെൻഷൻ ഓഫ് ഇൻകം ലോസ് ആൻഡ് ഇഫക്റ്റീവ് എക്കണോമിക് പെർഫോമൻസ്. ഇത് ഇന്ത്യൻ എക്കണോമിക് തിങ്കേഴ്സിനെ കുറിച്ചാണ്. ഹു ഗേവ് പ്രയോറിറ്റി ഫോർ വെൽഫെയർ എക്കണോമിക്സ്? നോ ഡൗട്ട് ദാറ്റ് ഈസ് അമർത്യ സെൻ. ദാദാബായ് നവറോജി, ഡ്രെയിൻ തിയറി. ട്രസ്റ്റിഷിപ്പ് ബൈ ഗാന്ധിജി. ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്. താങ്ക് യു മൈ ഡിയേഴ്സ്.